കേരളത്തിന്റെ ഖജനാവ് ഇപ്പോൾ കാലിയാണ്. പുതിയ സർക്കാർ ഏതുമാവട്ടെ, BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, PLMന്റെ ലക്ഷ്യം. ₹1 പോലും ഖജനാവിൽ ഇല്ല എന്ന് മാത്രമല്ല, സർക്കാരിന്റെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും കടമെടുക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ, അതായത് ഇന്ന് ധനമന്ത്രി ബാലഗോപാൽ പറയുന്നത് ഖജനാവ് കാലിയല്ല എന്നാണ്. കേരളത്തിന്റെ ഖജനാവിൽ 4000 കോടി രൂപ ഉണ്ട് എന്നാണ് ബാലഗോപാൽ പറയുന്നത്. എന്നാൽ വസ്തുതയെല്ലാം പച്ചക്കള്ളമാണ്. അതായത് ബാലഗോപാൽ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്ന് സോഷ്യൽ മീഡിയ വരെ പറയുകയാണ്. പടിയിറങ്ങുന്നതിന് മുമ്പ് ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂവിലാണ് ഈ പച്ചക്കള്ളങ്ങൾ ബാലഗോപാൽ പടച്ചുവിട്ടത്. യഥാർത്ഥത്തിൽ ബാലഗോപാൽ പറയുന്ന ആ തുക എവിടെ നിന്നാണ് ഖജനാവിലേക്ക് എത്തിയതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വാട്ടർ അതോറിറ്റി നബാർഡിൽ നിന്ന് വായ്പയെടുത്തതിന്റെ 2ാം ഗഡുവായി ലഭിച്ച 4000 കോടി രൂപയാണ് ഖജനാവിലേക്ക് ഉള്ളത്. അതാണ് യാഥാർത്ഥ്യം. അതായത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടാതെ സഹകരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയെല്ലാം ഈ സർക്കാർ ഇപ്പോൾ ബാങ്കുമായിട്ട് ഈ പണയത്തിൽ വെച്ചുകൊണ്ട് പണമെടുക്കുന്ന രീതിയാണ് നേരത്തെ ഉണ്ടായത്. അതിൻ്റെ ആ ഒരു രൂപ, അതായത് വാട്ടർ അതോറിറ്റിയെ കൊണ്ട് പണയം വെച്ചതിൻ്റെ രൂപയാണ് 4000 കോടി രൂപയാണ് ഇപ്പോൾ ഖജനാവിൽ ഉള്ളത്. ജലജീവൻ മിഷനിൽ കരാറുകാർക്കും റോഡ് അറ്റകുറ്റപ്പണികൾക്കുമായി നൽകാനുള്ള 7000 കോടി രൂപയുടെ കുടിശ്ശിക തീർക്കാനായിട്ടാണ് നബാർഡിൽ നിന്ന് 4000 കോടി രൂപ അടിയന്തരമായി തന്നെ വായ്പ എടുത്തത്. നേരത്തെ 5000 കോടി രൂപ വായ്പ എടുത്തിരുന്നു. ഇതിൽ 3000 കോടി മാത്രമേ വാട്ടർ അതോറിറ്റിക്ക് ലഭിച്ചിട്ടുള്ളൂ. ബാക്കി സർക്കാരിന്റെ കൈവശമാണ് ഉള്ളത്. ഈ തുക അടക്കം 6000 കോടിയാണ് സർക്കാർ കൈവശമാക്കിയിരിക്കുന്നത്. നേരത്തെ എടുത്ത വായ്പയുടെ പലിശ ത്രൈമാസികയായിട്ടാണ് അടച്ചു തീർക്കേണ്ടത്. ഇതിൽ ആദ്യ ഗഡു ഏപ്രിൽ 1-നാണ് അടയ്ക്കേണ്ടിയിരുന്നത്, അതായത് തിരിച്ചടയ്ക്കേണ്ടിയിരുന്നത്. ഇതിനായി 92.56 കോടി രൂപ അനുവദിച്ചിരുന്നു. 3 മാസം കൂടുമ്പോൾ ഇത്രയും കനത്ത തുക പലിശ അടയ്ക്കേണ്ടി വരുന്നത് വാട്ടർ അതോറിറ്റിയെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. ജീവനക്കാരുടെ ശമ്പളമടക്കം മുടങ്ങുന്ന അവസ്ഥ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ജലജീവൻ പദ്ധതികൾ പൂർത്തിയാക്കാനായി 9000 കോടി രൂപ നബാർഡിൽ നിന്ന് 2 സാമ്പത്തിക വർഷങ്ങളായി വായ്പ എടുക്കാനായിട്ട് സർക്കാർ വാട്ടർ അതോറിറ്റിക്ക് അനുമതി നൽകിയത്. ഇതിൽ 5000 കോടി രൂപ ആദ്യ ഗഡുവായി എടുത്തു. പക്ഷേ വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയത് 3000 കോടി രൂപ മാത്രമായിരുന്നു. ബാക്കിയുള്ള തുകയെക്കുറിച്ച് ഒരു മറുപടിയും ഇതുവരെയായിട്ട് സർക്കാർ വാട്ടർ അതോറിറ്റിക്ക് നൽകിയിട്ടില്ല. അതിനിടയിലാണ് കരാറുകാരുടെ കുടിശ്ശികയായ 7051 കോടി രൂപയാണെന്നും റോഡ് അറ്റകുറ്റപ്പണികൾ തീർക്കാൻ 1850 കോടി രൂപ അടിയന്തരമായി വേണമെന്ന് ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി MD സർക്കാരിന് കത്തെഴുതിയത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയതിലെ ശേഷിക്കുന്ന 4000 കോടി രൂപ കൂടി കടമെടുക്കാൻ മാർച്ച് 14-ന് ഉത്തരവിറക്കിയത്. ഈ തുകയും പൂർണ്ണമായും ജലജീവൻ പദ്ധതിക്കായി ഉപയോഗിക്കുമോ എന്ന് ഉറപ്പൊന്നും ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. വാട്ടർ അതോറിറ്റി വലിയ കടക്കണിയിലാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പുതിയ സർക്കാർ വരുമ്പോൾ ഈ തുക തിരികെ കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് വാട്ടർ അതോറിറ്റി ഇപ്പോൾ ഉള്ളത്.